ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ട ഉടനെ ഉണ്ടായ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ട ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കവിൾത്തടം പ്രകാശിച്ചു എന്ന്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയും ചെയ്തു, അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല എന്ന് ചൊല്ലി എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ചെറിയ കുട്ടി ജനിച്ച ഉടനെ തന്നെ ഇത് ചെല്ലുകയാണ്. അതെങ്ങനെ കഴിഞ്ഞു? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കഴിവ് കൊടുത്തു. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ഇത് ചൊല്ലാനും അല്ലാഹു തആല കഴിവ് കൊടുത്തു. അങ്ങനെ ആമിന ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിച്ച ഉടനെ ഉണ്ടായിരുന്ന അവസ്ഥ, സുറുമ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്തുണ്ടായിരുന്നത്. കണ്ണ് നല്ല ഭംഗിയായിട്ട് സുറുമയിട്ട രൂപത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരുന്നത്. മാത്രമല്ല, എണ്ണ ശരീരത്തിൽ ഇടപെട്ട നിലയിലുമായിരുന്നു, അഥവാ ഭംഗിയായ നിലക്ക് എണ്ണ ഇടപെട്ട രൂപത്തിലുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരുന്നത് എന്ന് ആമിന ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. മാത്രമല്ല, ചേലാകർമ്മം ചെയ്യപ്പെട്ട നിലയിലുമായിരുന്നു ഉണ്ടായിരുന്നത്, അഥവാ സുന്നത്ത് കർമ്മം നിർവഹിച്ച നിലയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ആമിന ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, വെള്ള നിറമുള്ള, പട്ടിനേക്കാൾ മിനുസമുള്ള, സുഗന്ധമടിച്ചു വീശുന്ന രോമവസ്ത്രത്തിൽ ചുറ്റപ്പെട്ടവരായിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരുന്നത്. നല്ല സുഗന്ധമടിച്ചു വീശുന്ന വെള്ള നിറമുള്ള, നല്ല മിനുസമുള്ള ഒരു രോമവസ്ത്രത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരുന്നത് എന്ന്. അങ്ങനെ ആമിന ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, 3 ആളുകൾ എൻ്റെ അടുക്കൽ വന്നു. ആ സമയത്ത് അവരുടെ മുഖം ചന്ദ്രനെ പോലെ ഉണ്ടായിരുന്നു. ആമിന ബീവി പറയാ, ചന്ദ്രനെ പോലെ ഉണ്ടായിരുന്നു, നല്ല പ്രകാശിക്കുന്ന മുഖമായിരുന്നു ആ 3 പേരുടെയും മുഖം. എന്നിട്ട് പറയാണ്, ഒന്നാമത്തെ ആളെ കയ്യിൽ വെള്ളിയുടെ ഒരു കിണ്ടി ഉണ്ടായിരുന്നു. വെള്ളിയാൽ ഉണ്ടാക്കപ്പെട്ട ഒരു കിണ്ടി ഉണ്ടായിരുന്നു, അതിൽ വെള്ളവുമുണ്ട്. അങ്ങനെ ഒരു വെള്ളത്തിൻ്റെ കിണ്ടി ഉണ്ടായിരുന്നു. മാത്രമല്ല, രണ്ടാമത്തെ ആളുടെ കയ്യിൽ ഒരു വിലപിടിപ്പുള്ളൊരു പാത്രവും ഉണ്ടായിരുന്നു. ഒരു വിലപിടിപ്പുള്ള ഒരു പാത്രം ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ആളുടെ കയ്യിൽ ഒരു പട്ടിൻ്റെ കഷ്ണവും ഉണ്ടായിരുന്നു. ഒരു പട്ടിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു. എന്നിട്ട് ആ പട്ടിൻ്റെ ഉള്ളിൽ ആമിന ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ആ പട്ടിൻ്റെ ഉള്ളിൽ ഒരു സീലുണ്ടായിരുന്നു, അഥവാ പ്രവാചകത്വത്തിൻ്റെ ആ സീല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുതുകിൽ വെക്കാനുള്ള ആ സീല് ഉണ്ടായിരുന്നു. അങ്ങനെ അതും ആ കയ്യിലുണ്ടായിരുന്നു, മൂന്നാമത്തെ ആളെ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ട് പറയാണ്, ആമിന ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ആ കിണ്ടിയിലുണ്ടായിരുന്ന വെള്ളം കൊണ്ട് 7 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുളിപ്പിച്ചു. ആ കിണ്ടിയിലുള്ള, വെള്ളിയുടെ കിണ്ടിയിലുള്ള ആ വെള്ളം കൊണ്ട് 7 പ്രാവശ്യം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആകുന്ന ആ കുട്ടിയെ കുളിപ്പിക്കുകയാണ് ആ വന്ന 3 ആളുകൾ. എന്നിട്ട് എന്ത് ചെയ്തു? അവർ ആ സീൽ ചുമലിൽ വെക്കുകയും ചെയ്തു. കുളിപ്പിച്ചതിന് ശേഷം പ്രവാചകത്വത്തിൻ്റെ ആ സീല് ചുമലിൽ വെക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ജനിച്ച ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
ഉണ്ടായ കാര്യങ്ങൾ ആമിന ബീവി റളിയല്ലാഹു അൻഹ പറയാണ്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്ത് എവിടെ ഉള്ളത്? കഅബയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ വിവരം കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വിവരം കേട്ടപ്പോൾ സന്തോഷത്തോടു കൂടി ഓടി വന്നു. ആ കഅബയുടെ അടുത്തുനിന്ന് വേഗം ഓടി വീട്ടിലേക്ക് വന്നു. എന്നിട്ട് സന്തോഷത്തോടു കൂടി ആ കുട്ടിയെ എടുത്തു, അഥവാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എടുത്തു, താലോലിച്ചു. എന്നിട്ട് മുഹമ്മദ് എന്ന് പേര് വിളിച്ചു. അള്ളാഹുട്ട പേര് തന്നെ എന്ത് ചെയ്തു? മുഹമ്മദ് എന്ന് അബ്ദുൽ മുത്തലിബ് പേര് വിളിക്കുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ. അങ്ങനെ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പറയാണ്, പ്രസവിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കപ്പെട്ട് 7ാമത്തെ ദിവസമായപ്പോൾ അബ്ദുൽ മുത്തലിബ് കുട്ടിക്ക് വേണ്ടി എന്ത് ചെയ്തു? ബലികർമ്മം നടത്തി. ബലിയറുത്തു, ഹഖീഖറുത്തു, അതൊക്കെ നടത്തി. മാത്രമല്ല ആ കുട്ടിക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുകയും ചെയ്തു. ആ കുടുംബം എന്ത് ചെയ്തു? ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു. ഒരു ജനിച്ച കുട്ടിക്ക് എന്തൊക്കെ ചെയ്യണോ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? വളരെ വൃത്തിയായി ഭംഗിയായി അവർ ചെയ്യുകയും ചെയ്തു. മാത്രമല്ല ഖുറൈശികളെ വിളിച്ചു വരുത്തി ഭക്ഷണം നൽകുകയും ചെയ്തു. നല്ലൊരു വിരുന്ന് തയ്യാറാക്കി. അങ്ങനെ എല്ലാവരെയും വിളിച്ചു ഭക്ഷണമൊക്കെ, ഇതിൻ്റെ പേരിൽ നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു എന്ന്. അപ്പോൾ ഇതൊക്കെ ചരിത്രങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനിച്ചപ്പോൾ ഉണ്ടായ സംഭവങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി കൂടുതൽ പഠിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സുകൾ നിങ്ങൾ മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കണം എന്ന് അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരും കേൾക്കണമല്ലോ. നമ്മൾ എത്തിച്ചു കൊടുത്താലാണ് മറ്റുള്ളവർക്ക് അത് കേൾക്കാൻ കഴിയുക. ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ എപ്പോഴും സ്വലാത്ത് ചെല്ലുന്നവരുണ്ടാവും. അവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമായിരിക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ഉള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. അതിലേക്കൊക്കെ ഈ ക്ലാസ്സുകളൊക്കെ എത്തിച്ചു കൊടുക്കണം എന്ന് അറിയിക്കുകയാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യമാണ് അത് പറയുക എന്നുള്ളത്, നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇനി നിങ്ങളാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത്. അത് എത്തിച്ചാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.